മകളെ, ജെറുസലേം പ്രയർ ലൈൻ 3 മിനിറ്റിലേക്ക് ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, കൂട്ടായ്മയിൽ കൊണ്ട് വചനം ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പണം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം ഇതാ നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ കവാടങ്ങളിൽ മുട്ടി വിളിക്കുകയാണ്. ഈശോ ചോദിക്കുകയാണ്, ഈശോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ടോ? ദൈവം സ്നേഹിക്കുന്ന ഒരു പൈതലാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കുടുംബമാകാൻ നീ കൊതിക്കുന്നുണ്ടോ? ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആവശ്യമില്ലാത്ത ഭയം, ദുഃഖം, സംശയം ഇവയെല്ലാം മാറ്റിവെച്ച് ദൈവവചനത്തിന് കാതോർക്കുക. വചനം ജീവനുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനം ഒരു അത്ഭുത വചനമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. സങ്കീർത്തനം 25:12. കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. വഴി കാണിക്കുന്നവനാണ് ദൈവം. ആർക്കാണ് വഴി കാണിക്കുന്നത്? ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് അവിടെ വഴി കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മുന്നിൽ 2 സാധ്യതകളേ ഉള്ളൂ. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി, അത് ഇടുങ്ങിയ വഴിയാണ്. മറ്റൊന്ന് നരകത്തിലേക്കുള്ള വഴി, അത് വിശാലമായ വഴിയാണ്. ഏത് വഴിയിലൂടെ യാത്ര ചെയ്യണമെന്ന് നാം ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ഒന്നുകിൽ സ്വർഗത്തിനോടൊപ്പം സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ നരകത്തിനോടൊപ്പം പിശാചിനോടുകൂടെ. വിശാലമായ വഴി, വിശാലമായ വാതിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം സുഖം, സ്വന്തം ഇഷ്ടം, സുഖം, സന്തോഷം ഇത് തേടി നടക്കുന്നവർ. അത് വിസ്തൃതമായ വഴിയിലൂടെയാണ്. അതിലൂടെയാണ് ധാരാളം പേര് നടക്കുന്നത്. ഇടുങ്ങിയ വഴിയിലൂടെയോ അത് ഉപവാസത്തിന്റെയും ത്യാഗത്തിന്റെയും പരിഹാരത്തിന്റെയും ജീവിതമാണ്. ഇത് ഒരു ആത്മീയ പോരാട്ടമാണ്. ഇടുങ്ങിയ വഴിയിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയ പോരാട്ടമാണ്. എൻ്റെ കൈകളും എൻ്റെ കാലുകളും എൻ്റെ കണ്ണുകളും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ വചനമാകുന്ന യേശു പ്രചോദനം നൽകുകയാണ്. യേശു കാണിച്ചു തരുന്ന വഴി എന്ന് പറഞ്ഞാൽ രക്ഷയുടെ വഴിയാണ്. യേശു കാണിച്ചു തരുന്ന വഴി എന്ന് പറഞ്ഞാൽ അനുതാപത്തിന്റെ വഴിയാണ്. യേശു കാണിച്ചു തരുന്ന വഴി എന്ന് പറഞ്ഞാൽ സൗഖ്യത്തിന്റെ വഴിയാണ്. രക്ഷയുടെ, അനുതാപത്തിന്റെ, വചനത്തിന്റെ, സൗഖ്യത്തിന്റെ വഴിയിലൂടെ കടന്നു നീങ്ങി സ്വർഗീയ അറപ്പുരയിൽ യജമാനന്റെ സന്തോഷത്തിൽ നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. ഇപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സർവ മക്കളെയും തിരുവചനത്തിന്റെ കൈകളിലേക്ക്, യേശുവിന്റെ ഹൃദയത്തിലേക്ക്, മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വഴി നടത്തലുകൾ ഉണ്ടാകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഷെയർ ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.